മലയാളത്തിലൊരു വുമൺ സൂപ്പർ ഹീറോ സിനിമ കേട്ടവരെല്ലാം നെറ്റിച്ചുളിച്ചു. മലയാള സിനിമയിൽ സാധ്യമാകുമോ എന്നൊക്കെ ചോദിച്ചവരെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇറങ്ങുന്നത്. ഡൊമിനിക് അരുൺ എന്ന് പറയുന്ന സംവിധായകൻ സത്യം പറഞ്ഞ് നമ്മളെ ഞെട്ടിച്ചു. നമ്മൾ പണ്ടൊക്കെ കേട്ട നീലിയും ചാത്തനും മാടനും കുട്ടിച്ചാത്തനും അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. അവരൊക്കെ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നവരാണോ? അതൊക്കെ നമ്മളെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളായിരുന്നു പലതും തന്നത്. ഒരു അമാനുഷിക കഥ പറയുന്ന ഒരു ചിത്രം മിന്നൽ മുരളിയൊക്കെ കണ്ട ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കാനും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന വേറെ ഒരു ലോകത്തെത്തുന്ന തലത്തിലേക്ക് മാറി ചിത്രം. ഇത് മലയാളത്തിൽ സാധ്യമാകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. മലയാളത്തിൽ സാധ്യമാകും എന്ന് ഡൊമിനിക് അരുൺ തെളിയിച്ച് തന്നിരിക്കുകയാണ്. എല്ലാം കൊണ്ടും ഒരു മികച്ച ചിത്രം. മലയാളത്തിൽ ഇങ്ങനെ സിനിമ എടുക്കാൻ പറ്റുമെന്ന് കാണിച്ചു തന്നു. അതും വൺ ബഡ്ജറ്റിലൊന്നുമല്ല. ലോക സിനിമയും അല്ലെങ്കിൽ അന്യഭാഷ സിനിമകളിലൊക്കെ മുടക്കുന്ന കോടികളുടെ മേളകളൊന്നും ഇല്ലാതെ ഇങ്ങനെ സിനിമ എടുക്കാമെന്ന് കാണിച്ചു. ക്വാളിറ്റി മേക്കിംഗ് ഒക്കെ ബ്രില്യൻറ്റ് സാധനമാണിത്. നമുക്ക് തെറ്റു പറയാൻ പറ്റാത്ത ഇതിൻ്റെ ദൃശ്യഭംഗി എനിക്ക് തോന്നുന്നു ക്വാളിറ്റി വൈസൊക്കെ നോക്കുവാണെങ്കിൽ മികച്ചു നിൽക്കുന്ന ഒരു സിനിമ. അന്യഭാഷയോടൊക്കെ മത്സരിക്കാൻ പറ്റിയൊരു സിനിമ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ മേക്കിങ് അപാര സാധനങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഛായാഗ്രഹണം നിമിഷ് രവി, എഡിറ്റിങ് ചമൻ ചാക്കോ, എല്ലാവരും മികച്ച പ്രകടനം തന്നെ. എഡിറ്റിങ്ങൊക്കെ കട്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ സാധനങ്ങളാണ്. അങ്ങനെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര 2ഉം 3ഉം ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എല്ലാം അടുപ്പിച്ചാണ്. ലോക യൂണിവേഴ്സിലേക്കൊരു സാധനമാണ് മലയാള സിനിമയുടെ ഒരു തുടക്കമാണ്. അപ്പം പാട്ടുകൾ പലതും വരാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് കല്യാണി പ്രിയദർശനാണ്. ഈ ചിത്രത്തിലെ നമ്മൾ നായകൻ സങ്കല്പങ്ങളായിരുന്നു പ്രധാനമായിട്ട്. ഇതൊരു നായിക സൂപ്പർ വുമണായിട്ടൊക്കെ വരുമ്പം നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിരുന്നു അല്ലേ. അത് കല്യാണി പ്രിയദർശൻ പാളിപ്പോയിരുന്നെങ്കിൽ ഈ ചിത്രമേ പാളിപ്പോയേനെ. പക്ഷേ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കല്യാണിയുടെ വേറെ ലെവലിലേക്കുള്ള കഥാപാത്രമാണിത്. നമ്മളെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. അതുപോലെ നെസ്ലിൻ്റെ കഥാപാത്രം, സലീം കുമാറിൻ്റെ മകൻ ചന്തു സലീം കുമാർ, പിന്നെ അരുൺ കുര്യൻ, ഇവരൊക്കെ ആയിരുന്നു മുഖ്യ കഥാപാത്രങ്ങൾ. അധികം കഥാപാത്രങ്ങൾ. അപ്പോൾ ഇതുപോലെ പോലീസ് ഓഫീസറായിട്ട് വന്ന നാച്ചിയപ്പ ഗൗണ്ട എന്ന് പറയുന്ന സാൻഡി കഥാപാത്രമൊക്കെ ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഇതൊരു കഥ വൈഡൂര കണ്ണുള്ള ഒരു മാലാഖ, സുന്ദരിയായൊരു മാലാഖ അടുത്ത വീട്ടിൽ താമസത്തിന് വരുന്നു ചന്ദ്ര. അവൾ ആരാണെന്നറിയാനുള്ള സണ്ണിയുടെയും കൂട്ടുകാരുടെയും ഈ ഒരു ത്വരയുണ്ടല്ലോ, അതുതന്നെയാണ് ഈ ചിത്രം പറയുന്നത്. ആ അമാനുഷിക ശക്തിയുള്ള ഒരു കഥാപാത്രമായിട്ട് ചന്ദ്ര പ്രത്യക്ഷപ്പെടുന്നു, നമ്മുടെ കല്യാണി പ്രിയദർശൻ്റെ കഥാപാത്രം. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് പോലും ബോറടിക്കാതെ നമ്മളെ ഞെട്ടിപ്പിക്കാൻ ഈ ചിത്രത്തിൽ കഴിയും. ഇത് നടക്കുന്ന കാര്യമാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. ഈ ചിത്രത്തിനോട് കൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം പലപ്പോഴും പാളിപ്പോകുന്ന സംഭവങ്ങളാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങളിൽ പറയുന്നത്. മിന്നൽ മുരളി ആയാലും നമ്മൾ ഏതെങ്കിലും സമയത്ത് ഇത് നടക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിച്ചാൽ തീർന്നു. പക്ഷെ അങ്ങനെ പോലും നമ്മളെ ചിന്തിപ്പിക്കാതെ നമ്മളെ ഒരു ഒരു ലോകത്തെത്തിക്കുന്ന ഒരു ചിത്രമാണ്. വേൾഡ് ലെവലിലേക്ക് വരെ എത്താൻ പറ്റിയ ഒരു ചിത്രമാണ് ഈ ലോക. അപ്പം അടിപൊളി ചിത്രം കണ്ട ഒരു പ്രത്യേകിച്ച് ഇന്ന് 2 ചിത്രങ്ങൾ ഇറങ്ങി. അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ 2 ചിത്രങ്ങളും 2 തലത്തിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ സൂപ്പർ അനുഭവം പ്രദാനം ചെയ്ത ചിത്രങ്ങളാണ്. ഹൃദയപൂർവ്വം എന്ന ചിത്രം ബഡ്ജറ്റ് കുറഞ്ഞൊരു ചിത്രം. ആ ചിത്രം നമ്മളെ ഞെട്ടിപ്പിക്കും എന്നുള്ളതാണ്. നമ്മുടെ ലാലേട്ടനും പത്തിനന്തിക്കാടും ഒക്കെ ഒന്നിച്ചപ്പോൾ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞു
രണ്ടാമത്തെ ചിത്രം ലോക, വൻ ബഡ്ജറ്റ് ഇറങ്ങിയ ചിത്രം, അതും ഞെട്ടിപ്പിച്ചു. മികച്ച രണ്ട് ചിത്രങ്ങൾ കണ്ട പ്രതീതി. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം.